أشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാബ നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പുലിവ്. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാബ നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമാ. ഈന്തപ്പനയോലച്ചോടെ ഹബീബരെ ഓരത്തവരിരുന്നു. ജീവിതം മാനവിയോരിലും നൽകി കരം പിടിച്ചേ നടന്നു. ചുടുമണലിൽ വിലപിച്ച് ഹബീബരെ സവിധമിനവരണയും അകമുണരും അനുഭൂതി നുകർന്ന് റസൂലരയവരറിയും. ചുടുമണലിൽ വിലപിച്ച് ഹബീബരെ സവിധമിനവരണയും അകമുണരും അനുഭൂതി നുകർന്ന് റസൂലരയവരറിയും. സത്യവിളക്ക് മരത്തണലോരം സുഫയരുക്കിയ വെണ്ണുകില് സൽമൊഴി മുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിലെഴുതിയ രാസഹബ്. സത്യവിളക്ക് മരത്തണലോരം സുഫയരുക്കിയ വെണ്ണുകില് സൽമൊഴി മുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിയെഴുതിയ രാസഹബ്. അനുപമതാരസമാന സാത്വികരും ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, സ്നേഹിതന്മാർ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, അല്ലാഹു എല്ലാവർക്കും പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, മറ്റ് പ്രയാസങ്ങൾ എല്ലാത്തിനും അല്ലാഹു തക്കതായ പരിഹാര മാർഗവും അത് പരിഹരിക്കാനുള്ള കരുത്തും ശേഷിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് വിശിഷ്യ ഗസയിലും ലബനാനിലും അതുപോലെ മ്യാൻമറിലുമൊക്കെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന, യാതനകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു പൂർണ്ണമായ സമാധാനവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആണ്ട് നേർച്ചയിലും അതുമായി ബന്ധപ്പെട്ട ദിക്ർ മജ്‌ലിസിലും ഒക്കെയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല വളരെയധികം ആദരിച്ച സദസ്സുകളാണ് ദിക്റിന്റെ മജ്‌ലിസുകൾ, ഇൽമിന്റെ മജ്‌ലിസുകൾ എന്ന് പറയുന്നത്. ആ ഇൽമിന്റെ മജ്‌ലിസുകൾ ആര് നടത്തുന്നു, എവിടെ നടത്തുന്നു എന്നുള്ളതിലല്ല, മറിച്ച് ആ ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നവർ, ദിക്റിന്റെ മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്നവർ, അവർക്കുള്ള പ്രതിഫലവും അവർക്കുള്ള ശ്രേഷ്ഠതയും അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മജ്‌ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്‌ലിസുകൾ എന്ന് പറയുന്നത് അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഒരു പൂന്തോട്ടത്തിൽ പെട്ടതാണ് എന്ന് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് നബിയെ, ആ മനുഷ്യന്റെ ആയുസ് അവസാനിക്കാൻ പോവുകയാണ്. ആ മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിലാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പ്രവാചകർ ചോദിച്ചു, ജിബ്രീലെ, എനിക്കത് ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാനുള്ള അനുവാദമുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അനുവാദമുണ്ട് പ്രവാചകരെ, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള അനുവാദമുണ്ട്. ആ മനുഷ്യൻ കടന്നു വന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തിപരമായി വിളിച്ച് കുശലാന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, സഹോദര, നിന്റെ അവസാനത്തെ സമയമാണ്, നിന്റെ അവസാനത്തെ സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും സ്വാഭാവികമായി മരണമെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഒരു ദുഃഖവും വിഷമവും വേദനയും ഒക്കെ തോന്നാറുണ്ട്. അതുപോലെ ആ മനുഷ്യനും ഒരു വേദന തോന്നുകയാണ്. എന്നാൽ ആ മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വീണ്ടും വിചാരം അദ്ദേഹം പെട്ടെന്ന് മാറ്റിയെടുത്തു. അദ്ദേഹത്തിന്റെ മാനസികമായ അസ്വാസ്ഥ്യങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് നബിയെ, എന്റെ അവസാനത്തെ സമയമാണല്ലോ, എനിക്ക് അതിൽ വിഷമമുണ്ട്, ഭയമുണ്ട്. പക്ഷേ എന്റെ ഈ അവസാനത്തെ സമയത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ, അഥവാ ഞാൻ ആ ഒരു കർമ്മം ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കൽ വളരെയധികം സ്വീകാര്യമായ ഒരു കർമ്മമായി അതെനിക്ക് മാറാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പ്രവർത്തനം, അങ്ങനെയുള്ള ഒരു ഇബാദത്ത് എനിക്ക് പറഞ്ഞു തരും. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ മസ്ജിദുൽ നബവിയിലേക്ക് പോവുക. മസ്ജിദ് നബവിയിലേക്ക് പോയിട്ട് അവിടെ ഇൽമിന്റെ മജ്‌ലിസ് നടക്കുന്നുണ്ട്. ആ ഇൽമിന്റെ മജ്‌ലിസിൽ നീ പോയി ഇരിക്കുക, അത് മാത്രം മതി എന്ന് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ അവസാനത്തെ സമയമാണ്. ആ മനുഷ്യന്റെ അവസാനത്തെ സമയത്തിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന മനുഷ്യനോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയാമായിരുന്നു, നീ പോയി നമസ്കരിക്ക്, നീ പോയി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യ്, നീ പോയി കുറെ ദിക്റുകൾ ചൊല്ല്, നീ പോയി കുറെ സ്വതക്ക ചെയ്യ്, നിന്റെ സാമ്പത്തികപരമായ അവസ്ഥകളെല്ലാം നീ പോയി സ്വതക്ക ചെയ്ത് അള്ളാഹുവിലേക്ക് നിന്റെ ജീവിതവും നിന്റെ മനസ്സും ശരീരവും എല്ലാം സമർപ്പിക്കുന്നു പറയാമായിരുന്നു. പക്ഷേ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞത്, മനുഷ്യ, സഹോദര, നീ പോയി ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുക്ക്, അത് നിനക്ക് ഏറ്റവും ഫضലാണ്, ഏറ്റവും ഉത്തമമാണെന്ന് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഒരു മനുഷ്യന്റെ അവസാനത്തെ സമയം, ആ മനുഷ്യന്റെ അവസാനത്തെ സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഇബാദത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് പോലും ഇൽമിന്റെ മജ്‌ലിസാണ്, അറിവ് ശേഖരിക്കലാണ് എന്ന് പറയുമ്പോൾ ഇൽമിന്റെ മജ്‌ലിസുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വാഗ്ദാനം ചെയ്ത ആ ഒരു പ്രതിഫലവും ശ്രേഷ്ഠതയും എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം മഹത്തരമായ ഒരു സദസ്സിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ സഹോദരിമാർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മറ്റെവിടെയെങ്കിലും കേട്ടുകൊണ്ട് നിൽക്കുന്ന സഹോദരി സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു മജ്‌ലിസിൽ കയറിയിരിക്കുക. കാരണം ഈ മജ്‌ലിസിനാണ് ശ്രേഷ്ഠതയുള്ളത്. ആ മജ്‌ലിസിൽ വെറുതെ ഇരുന്നാൽ പോലും പ്രതിഫലമാണ്.
ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമത്രേ, ആ മനുഷ്യർ അവിടെ എന്താണ് ചെയ്യുന്നത്? അല്ലാഹുവിന് അറിയാം അവിടെ എന്താണ് നടക്കുന്നത് എന്ന്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടിമകളെ കുറിച്ച് മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് കേൾക്കാനുള്ള ആ ഒരു സന്തോഷത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുക. മലക്കുകളെ പറയുമത്രേ, അല്ലാഹുവേ, അവർ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അവിടെയുള്ള എല്ലാവർക്കും പുറത്തു കൊടുത്തു എന്ന് അവരെ അറിയിക്കുക, അവർക്ക് സന്തോഷ വർത്തമാനം അറിയിക്കുക. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ പറയുമത്രേ, അല്ലാഹുവേ, ആ സദസ്സിലിരിക്കുന്ന മനുഷ്യരിൽ ചില തെമ്മാടികളുണ്ട് റബ്ബേ, ചില കുറ്റവാളികളുണ്ട് റബ്ബേ, ചില മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ട് റബ്ബേ, അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണോ നീ പുറത്തു കൊടുക്കുന്നത്, നീ പശ്ചാത്താപത്തിന് സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അവിടെ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്തത് കാരണമായി അവിടെയുള്ള എല്ലാവരുടെയും പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തു എന്ന് അറിയിക്കുക മലക്കുകളെ എന്ന് പറയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ കയറിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മസ്ജിദിന്റെ ഇമാം ശറഫുദ്ദീൻ ഉസ്താദ് അവർകൾ, അതുപോലെ ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ലത്തീഫ് സാഹിബ്, അതുപോലെ എൻ്റെ പ്രിയ കൂട്ടുകാരനും അൻവാർശ്ശേരി ചീഫ് ഇമാമുമായ അൻവർ ബാക്കവി ഉസ്താദ് അവർകളെ, അതുപോലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, പിതാക്കന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഇരുത്തത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഈ ലോകത്തിലൂടെ ജീവിക്കുമ്പോൾ ഒരുപാട് സമൂഹങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് സമൂഹങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പരാജിതരായ ഒരുപാട് സമൂഹങ്ങൾ, അതുപോലെ വിജയത്തിന്റെ പരിപൂർണതയിലേക്ക് കടന്നുപോയ ഒരുപാട് സമൂഹങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹദീസുകളിലൂടെ പഠിച്ചിട്ടുണ്ട്. പരാജിതരായ ഒരുപാട് സമൂഹങ്ങൾ ലോകത്തിലുണ്ടായിട്ടുണ്ട്. നമ്രൂദ് എന്ന് പറയുന്ന ഫാഷിസ്റ്റ് നാഷിസ്റ്റ് ഭരണാധികാരിയായ മനുഷ്യന്റെ കൂടെയുണ്ടായിരുന്ന ജനതകൾ നാശത്തിലേക്ക് കടന്നുപോയ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫിർഔൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അതിക്രമകാരിയായ മനുഷ്യന്റെ കൂടെയുണ്ടായിരുന്ന കിബിറ്റുകൾ, ആ കിബിറ്റുകൾ നശീകരണത്തിലേക്ക് കടന്നുപോയ ചരിത്രവും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളവരാണ്. അതുപോലെ ഈ ലോകത്ത് ഞങ്ങളാണ് ഏറ്റവും മികച്ചവർ, ഞങ്ങളെ വെല്ലാൻ ഈ ലോകത്ത് മറ്റാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തിന്റെ തീക്ഷ്ണഭാവത്തോടുകൂടി ലോകത്ത് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും മോശപരമായ കാര്യങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്ത് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്നുണ്ടായ ശിക്ഷ കാരണത്താൽ മരണത്തിലേക്ക് കടന്നുപോയ, നശീകരണത്തിലേക്ക് കടന്നുപോയ ആദ്യ സമൂഹത്തിനെ കുറിച്ച്, സമൂഹ ഗോത്രങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിന്റെ യഥാർത്ഥമായ അവകാശികളെന്ന് പരിചയപ്പെടുത്തിയ ഈ ഒരു വിഭാഗമാണ് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായ സഹാബാക്കൾ എന്ന് പറയുന്നത്. ആ സഹാബാക്കളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അസ്ഹാബി കഅസ്ഹാബിൻ നുജൂം, അസ്ഹാബി എന്ന സഹാബാക്കൾ എന്ന സന്തത സഹചാരികൾ കഅസ്ഹാബിൻ നുജൂം, നക്ഷത്ര തുല്യരാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ അത്രത്തോളം ശ്രേഷ്ഠതയും അത്രത്തോളം ആദരവും കൊടുത്തിട്ടുള്ള ഒരു വിഭാഗമാണ് സഹാബാക്കൾ എന്ന് ബഹുമാനപ്പെട്ട ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ സഹാബാക്കൾ നമുക്ക് എല്ലാവർക്കും ഒരു സമൂഹം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉത്തമ ഉദാഹരണമാണ്. നമുക്കൊരു മാതൃകയാക്കി ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും, ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, എല്ലാ സുന്നത്തുകൾ അനുസരിച്ച് ജീവിച്ചിരുന്ന, എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ജീവിച്ചിരുന്ന മഹാനായ സഹാബിവര്യന്മാരുടെ ജീവിതമാണ് ഒരു സമൂഹം കൊണ്ടാടേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലൂടെ സഹാബാക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്
ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിലൂടെ പറഞ്ഞു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ. സഹാബാക്കളെ നിങ്ങൾ ആരാണെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠരായ സമൂഹമാണ് നിങ്ങൾ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗമാണ് നിങ്ങൾ. നിങ്ങളെ നാമിൽ തഖൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അല്ലാഹുവിന്റെ പ്രവാചകരുടെയും അതുപോലെ പ്രബോധകരായ ജനങ്ങളുടെയും ഇടയിൽ ഒരു മധ്യവർത്തിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള വിഭാഗമാണ് സഹാബികളെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ ഒരു മാതൃകയായി ജീവിക്കാൻ, ജീവിതം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരി സഹോദരന്മാരാണ് നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത്. ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കേണ്ടത് സഹാബാക്കളുടെ ജീവിതമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതമാണ്. സഹോദരിമാരെ തിരഞ്ഞെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതമാണ്. ഈ ഒരു ജീവിതം നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ ഒരുപാട് വിജയത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയമുള്ളവരെ, സഹാബാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ, സഹാബാക്കളെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് അറിയുമോ? സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിന് അനുസൃതമായിട്ടല്ലാതെ അവരുടെ ഭാഗത്തു നിന്ന് മോശമായ ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവരാണ് സഹാബാക്കൾ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇന്ന സ്ഥലത്തങ്ങൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരിടവർ മുന്നോട്ട് നീങ്ങുമായിരുന്നില്ല. ഈ സമയത്ത് 2 റക്അത്ത് നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിന് മുമ്പ് തന്നെ അവർ തയ്യാറായിക്കൊണ്ട് എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരുമായിരുന്നു. അതുപോലെ ഇന്ന പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകരുടെ കൽപ്പനകൾക്കനുസൃതമായി പ്രവർത്തിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്യനിരോധനത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളവരാണ്. 3 ഘട്ടത്തിലൂടെ മദ്യനിരോധനം നടത്തുകയാണ്. അവസാനം ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മദ്യം നടത്തുന്നവൻ, ആ മദ്യം ഭുജിക്കുന്നവൻ അവൻ എന്നെ പെട്ടവനല്ല എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അതുവരെ മദ്യത്തിന്റെ പുറകൾ ഒഴുകിയിരുന്ന സഹാബാക്കളുടെ പല ആൾക്കാരും മദ്യത്തിനെ പൂർണ്ണമായി നിരോധിക്കുകയാണ്. മദ്യത്തിനെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയാണ്. ഇങ്ങനെയുള്ളവരാണ് സഹാബാക്കൾ. നമ്മൾ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് കേൾക്കുന്നവരാണ്. ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതകരമായ ആ ഒരു യാത്രയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. സുബ്ഹാനല്ലദീ യസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു യാത്രയെ കുറിച്ച് പറയുന്നത് ബറക്കത്തിന്റെ യാത്ര എന്നാണ്. ബറക്കത്തിന്റെയും റഹ്മത്തിന്റെയും യാത്ര എന്നാണ്.
അത്ഭുതത്തിന്റെ യാത്ര എന്നാണ്. ആ അത്ഭുതത്തിന്റെ യാത്രയിലൂടെ ബഹുമാനപ്പെട്ട ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല. മക്ക മുശ്രിക്കീങ്ങൾ വിശ്വസിക്കുന്നില്ല. സഹാബാക്കൾ പലരും ഇസ്ലാമിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഒരാൾക്കും വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല. കാരണം മദീനയിൽ നിന്ന് മൈലുകളോളം സഞ്ചരിച്ച് ഒരുപാട് രാത്രികളും പകലുകളും സഞ്ചരിച്ചാൽ മാത്രമാണ് ആ ഒരു പ്രദേശത്തിലേക്ക് എത്താൻ കഴിയുക. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന യുദ്ധവിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. അങ്ങനെയുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു ദിവസം കൊണ്ട് ഒരു രാത്രിയുടെ ഏതാനും സമയം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ സഹാബാക്കളിൽ പോലും പലരും വിശ്വസിക്കുന്നില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് മക്ക മുശ്രിക്കീങ്ങൾ പറയുകയാണ്, നിന്റെ സാഹിബായ നിന്റെ കൂട്ടുകാരനായ നിന്റെ ഹബീബായ മുഹമ്മദ് പറഞ്ഞതെന്താണെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതെന്താണെന്നറിയുമോ? ഈ കാലഘട്ടത്തിലെ മക്കളിലെ കേൾക്കുന്ന ഒരാൾക്ക് കഴിയാത്ത കാര്യമാണത്. ഒരു ദിവസത്തിന്റെ ഒരു രാത്രിയുടെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്നറിയപ്പെടുന്ന ഒരുപാട് പകലുകളും രാവുകളും കൊണ്ട് സഞ്ചരിച്ചാൽ മാത്രം എത്താൻ കഴിയുന്ന ആ ഒരു മസ്ജിദിലേക്ക് പോവുകയും അവിടെ നിന്ന് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ഏത് ആകാശവും കടന്നുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ നിന്റെ പ്രവാചകൻ എന്റെ മണ്ടപ്പുറമാണ് പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? വല്ലാഹി ലഇൻകാന ഖാലഹു ലഖദ് സദഖ. എന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാഹി ഞാനതിനെ വിശ്വസിക്കുകയാണ്. അത് സത്യം തന്നെയാണ്. ഈ ഭൂമിയുടെ ഏത് ഭാഗത്തിലേക്കല്ലാഹുവിന്റെ ഹബീബ് പോകുമെന്ന് പറഞ്ഞിരുന്നാലും ആകാശത്തിന്റെ ഏതൊരു ഭാഗത്തിലേക്കുള്ള ഹബീബ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നാലും ഞാനിതിനെ വിശ്വസിക്കുന്ന സഹാബ, ഞാനിതിനെ വിശ്വസിക്കുന്ന സഹോദര എന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് യാ റസൂലല്ലാഹ് صدقت أشهد أنك رسول الله أشهد أنك رسول الله. പ്രവാചകരെ, അങ്ങ് സത്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങ് സത്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഹബീബേ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ അതിനെ വിശ്വസിച്ചിരിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മളറിയണം, ആ കാലഘട്ടത്തിലെ ഒരാളും വിശ്വസിക്കാതിരുന്ന സമയത്ത്, മക്ക മുശ്രിക്കീങ്ങളിൽ പലരും വിശ്വസിക്കാതിരുന്ന സമയത്ത്, സഹാബാക്കൾ പോലും അതിനെ സംശയിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുകയാണ്, എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, എന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു വാക്ക് അവിടെ ഉച്ചരിച്ചിട്ടുണ്ട് എങ്കിൽ ഞാനതിനെ വിശ്വസിക്കുകയാണ്, അത് പൂർണ്ണമായും സത്യം തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരാണ് സഹാബാക്കിറാൻ, അങ്ങനെയുള്ളവരാണ് സഹാബാക്കിറാൻ. അങ്ങനെയുള്ളവരാണ് സഹാബാക്കിറാൻ. അല്ലാഹുവിന്റെ ഹബീബ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിൽ ഒരു അണുകിട വ്യത്യാസം പോലും വരുത്തുകയില്ലായിരുന്നു സഹാബാക്കിറാൻ. അങ്ങനെയുള്ള സഹാബാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് പൂർണ്ണമായും ജീവിതത്തിൽ കൊണ്ടുവന്നവരായിരുന്നു സഹാബാക്കൾ. അങ്ങനെയുള്ള സഹാബാക്കളെ കുറിച്ച് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹു تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. മുഹാജിറുകളായ ആദ്യം വിശ്വാസത്തിലേക്ക് കടന്നുവന്ന മുഹാജിറുകളായ മക്കയിലെ സഹാബാക്കളാണ്. അതുപോലെ തന്നെ മദീനയിലേക്ക് പ്രവാചകർ സഹാബത്ത് ഹിജ്റ പോയ സമയത്ത് അവരുടെ സമ്പത്തും അവരുടെ കുടുംബങ്ങളെല്ലാം ഉപേക്ഷിച്ച് നാടുകളെല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു നാടിലേക്ക് കടന്നുപോയ സമയത്ത് ആ സമയത്ത് അവരെ ചേർത്ത് പിടിച്ച അൻസാരികളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൃപ്തിപ്പെട്ട ആൾക്കാരാണ്. അതിനുശേഷം ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ആ സഹാബാക്കളെ ആര് പിൻപറ്റിയോ, ആ സഹാബത്തിനെ ജീവിതത്തിൽ ആര് പിൻപറ്റിയോ, അവരുടെ വാക്കായിരുന്നാലും അവരുടെ പ്രവർത്തനങ്ങളായിരുന്നാലും അവരുടെ ജീവിത ശൈലിയായിരുന്നാലും അവരുടെ ലൈഫ്സ്റ്റൈലായിരുന്നാലും അങ്ങനെയുള്ളത് ആര് പിൻപറ്റുന്നതോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിന് നൽകിയ പ്രതിഫലങ്ങൾ, സഹാബത്തിന് നൽകിയ ശ്രേഷ്ഠതകൾ, സഹാബത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്വർഗ്ഗം. ആ സ്വർഗ്ഗം നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം അങ്ങനെയുള്ള കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രചാരണാർത്ഥം കേരളത്തിലേക്ക് കടന്നു വന്ന സഹാബാക്കളിൽ പലരുമാണ് നമ്മുടെ ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ സഹാബാക്കളുടെ പാദങ്ങൾ പിൻപറ്റി കഴിഞ്ഞാൽ, ആ സഹാബാക്കളുടെ ജീവിതങ്ങൾ പിൻപറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ശ്രേഷ്ഠതയുണ്ട് എന്ന് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ അവരെ ആദരിക്കലും അവരെ ബഹുമാനിക്കലും ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. ആ സഹാബത്തിനെ ആദരിക്കുക, ആ അൻബിയാവിനെ ആദരിക്കുക, ആ മഹത്തുക്കളെ ആദരിക്കുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടവരെ ആദരിക്കുന്നതിന് തുല്യമാണ്. അവരെ നിന്ദിക്കുകയോ അവരെ നിന്ദിക്കല് ചെയ്തു കഴിഞ്ഞാൽ, അവരെ നിന്ദിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അനാദരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുദ്സിയായ ഹദീസിലൂടെ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി, ആരാണ് എന്റെ വലിയനെ അനാദരിക്കുന്നത്, എന്റെ വലിയനെ, എന്റെ ഔലിയാക്കളെ, എന്റെ അടിമകളോട് സംസ്കൃത പുലർത്തുന്നത്, സംസ്കൃത പ്രഖ്യാപിക്കുന്നത്, അവൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ വലിയനോട് മാത്രമല്ല എന്നോട് കൂടിയാണ്, അല്ലാഹുവിനോട് കൂടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവരാദരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തിന് ഉണ്ടാകാൻ പാടില്ല. അവരോട് എപ്പോഴും ആദരവ് മാത്രമേ പുലർത്താവൂ, അവരോട് എപ്പോഴും ബഹുമാനം മാത്രമേ പുലർത്താവൂ. അങ്ങനെയുള്ള ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. പ്രിയമുള്ള സത്യവിശ്വാസികളോ സഹോദരങ്ങളോ, നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാകണം. ഈ ഒരു സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയ സമയം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമ്മുടെ ഇലവിന്റെ മജ്‌ലിസുകളിൽ പങ്കെടുത്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആ സഹാബാക്കളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട അവർ ചെയ്ത ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകണം. സഹാബാക്കളുടെ ജീവിതത്തിന്റെ മുഴുവൻ നമുക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല, അത് എല്ലാവരും അറിയുന്ന കാര്യമാണ്. എന്നിരുന്നാൽ തന്നെയും ആ സഹാബാക്കളുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരയുകയാണ്. സഹാബത്ത് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയെ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഹബീബേ, എന്താണ് സംഭവിച്ചിരിക്കുക? അങ്ങ് എന്തിനു വേണ്ടിയാണ് പറയുന്നത്? അങ്ങ് എന്തിനു വേണ്ടിയാണ് പൊട്ടിക്കരയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകുന്നില്ല. സമയങ്ങൾ കടന്നുപോയി, ദിവസങ്ങൾ കടന്നുപോയി, കാര്യമായി ചോദിക്കുകയാണ്. പ്രവാചകൻ പറയുന്നില്ല. അതിനുശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടങ്ങുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, പ്രവാചകരെ, പ്രവാചകരെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ സമൂഹത്തിലുള്ള എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ധാരാളം ആൾക്കാർ നരകത്തിലേക്ക് പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരികയാണ്. ഈ ഇസ്ലാമിന്റെയും മിഅ്റാജിന്റെയും ദിവസത്തിലൂടെ കടന്നു പോകുന്നു. ഈ ദിവസത്തിലൂടെ കടന്നു പോകുന്നു അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നു. മിഅ്റാജിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി കടന്നു പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകർക്ക് സ്വർഗ്ഗം കാണിക്കപ്പെടുകയാണ്, നരകം കാണിക്കപ്പെടുകയാണ്. അങ്ങനെ നരകത്തിലേക്ക് പ്രവാചകർ പോകുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് കാണുകയാണ്, തന്റെ സമൂഹത്തിലെ തന്റെ ഉമ്മത്തിലുള്ള ഒരുപാട് ആൾക്കാർ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നതായി അല്ലാഹുവിന്റെ പ്രവാചകർ കാണുകയാണ്. അത് കണ്ടുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്ങാൻ കഴിയുന്നില്ല. പ്രവാചകർക്ക് വിശപ്പുകൾ താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം സമൂഹത്തിൽ കടന്നു വരികയാണ്. സഹാബി വനിതകൾ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരുടെ സദസ്സിൽ ശ്വാസം എടുക്കാൻ വേണ്ടി കടന്നു വരികയാണ്. ആ സമയത്ത് ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ സഹാബ, അല്ലയോ സഹാബ, ഞാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സ്ത്രീകളായ നിങ്ങളെയാണ്. സ്ത്രീകളായ നിങ്ങളിൽ നിന്നുള്ള ആൾക്കാരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു. അങ്ങനെയുള്ള സഹാബി വനിതകൾ കരയുകയാണ്. കരച്ചു കടഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നബിയേ, സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി അത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു റസൂലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫസ്റഖുനാ വഹുമിൻ അൽജന്നാ, നിങ്ങളുടെ സമസ്തകളെ അനുകരിപ്പിക്കണമേ, നിങ്ങളുടെ സമസ്തകളെ അനുകരിപ്പിക്കണമേ. സമസ്തകളെ നിങ്ങൾ അനുകരിപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സമസ്തകളെ അനുകരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴിയാണ്. ബഹുമാനപ്പെട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ ദീനിനു വേണ്ടി ഇസ്ലാമിലേക്ക് ഒരുപാട് സഹാബികൾ സുരക്ഷയുമായി കടന്നു വരികയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമത്തിന്റെ തലപ്പാവുമായി ബിലാൽ റളിയല്ലാഹു സഹോദരിമാരുടെ സദസ്സിലേക്ക് കടന്നു പോവുകയാണ്. ആ തലപ്പാവ് എടുത്തുകൊണ്ട് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ആ തലപ്പാവിന് നിറയെ രക്തമാണ്. ആ തലപ്പാവിന് നിറയെ രക്തത്തിന്റെ പൊടികളാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഉണ്ടാവുക? എന്താണ് ഇവിടെ ഉണ്ടായിരിക്കുക? ഈ തലപ്പാവ് രക്തത്തിന്റെ കഥ കാണാനുള്ള കാരണം എന്താണെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ആഭരണങ്ങളെ സദസ്സ ചെയ്തതാണ്. ഞങ്ങളുടെ ആഭരണങ്ങളെ സദസ്സ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു ചിന്തയുണ്ടാകുന്നു. ഞങ്ങളുടെ സ്വർണ്ണം ഞങ്ങളുടെ ചെടികളിൽ നിന്ന് ഊരി ഒളിയുന്നു. ഞങ്ങളുടെ ശ്രവണപുടങ്ങളിൽ നിന്ന് ഊരി